ഹായ്, ഇത് പാലായിലുള്ള എൻ്റെ ഓഫീസാണ്. പാലായിൽ ഞാൻ ടാക്സ് പ്രാക്ടീഷണറായിട്ടാണ് 27 വർഷമായിട്ട് ഓഫീസ് റൺ ചെയ്യുന്നു. അപ്പോൾ ഒരു രസകരമായ ഒരു സംഭവം അമേരിക്കയിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. 2014 ഞാൻ ആദ്യമായിട്ട് US സന്ദർശിച്ചത്. എൻ്റെ ഓഫീസിൽ ഒരു അമേരിക്കക്കാരൻ വന്നു. അദ്ദേഹം 2-3 ദിവസം അടുപ്പിച്ച് വരികയും ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയും മെയിൽ അയക്കാനൊക്കെ ഉള്ള ആവശ്യത്തിനാണ് വന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാമെന്ന US പോകാനായിട്ട് യാത്രയൊക്കെ പറയാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമേരിക്കയിൽ നിന്ന് വിസിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് US വിസ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, ഇതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ട്രാവൽ ഏജൻസിയിൽ, പാലായിലുള്ള ട്രാവൽ ഏജൻസിയിൽ ബന്ധപ്പെട്ടു. അപ്പം അദ്ദേഹത്തിനും ഒരു 50-50 ആയിരുന്നു. കാരണം കുറച്ച് യൂറോപ്പൊക്കെ പോയി കഴിഞ്ഞ് വിസയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചു. എന്തായാലും ഞങ്ങൾ പൈസ മുടക്കി ഇൻ്റർവ്യൂവിന് പോകാൻ തീരുമാനിച്ചു. ഡേറ്റ് കിട്ടി. ഒരു സൺഡേയിലായിരുന്നു ഇൻ്റർവ്യൂ. മദ്രാസിലുള്ള US എംബസിയിലായിരുന്നു ഞങ്ങൾക്ക് ഡേറ്റ് അലോട്ട് ചെയ്തത്. 2 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ്. ഒരു ദിവസം തമ്പ് ഇംപ്രഷൻ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് സ്ക്രീനിങ് ഒക്കെ നടത്തിയിട്ടാണ് ഇൻ്റർവ്യൂ ഹാളിലേക്കൊക്കെ കയറുന്നത്. അപ്പം ഓരോ കാറ്റഗറി തിരിച്ചാണ് ജോലിക്ക് അപേക്ഷിക്കുന്നവർ, ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ, പ്രൊഫഷണൽസ്, അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഓരോ കൗണ്ടറാണ്. അപ്പം ഒരു US മാഡമായിരുന്നു ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തത്. ഞങ്ങളുടെ കൂടെ 9 പേര് പോയാൽ 8 പേർക്കും US വിസ കിട്ടി. അങ്ങനെ ഞങ്ങളെ കൂടമായി ഞങ്ങളോട് നിന്നുകൊണ്ടാണ് നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ലാംഗ്വേജ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി മലയാളത്തിൽ പറഞ്ഞാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട. അപ്പം ഞങ്ങളോട് ചോദ്യങ്ങൾ അധികമൊന്നും ചോദിച്ചില്ല. സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിച്ചു. അപ്പം സ്വന്തമായിട്ട് ഓഫീസ് റൺ ചെയ്യുന്നുണ്ട് ആളാണ്, ഇന്ന വർഷം തൊട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി മുഴുവൻ അവർ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവർ അമേരിക്കയിൽ പോയാൽ മുങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും അറിയേണ്ടത്. അപ്പോൾ ഇപ്പം ട്രംപ് അതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയുള്ളവരെയാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആളാണോ എന്നുള്ളതാണ് അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് അടുത്ത ആഴ്ച വിസ കൈ കിട്ടും എന്ന് പറഞ്ഞു. പാസ്പോർട്ട് അവിടെ മേടിച്ച് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വന്നു. അതിനുശേഷം പാസ്പോർട്ട് വിസ അടിച്ച് കൈ കിട്ടിയപ്പോൾ പിന്നെ US പോകണം. അങ്ങനെ ട്രാവൽ ഏജൻസിയുടെ കൂടെ, ആ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. 2014 ഒരു മെയ് മാസമായിരുന്നു പാക്കേജ് അറേഞ്ച് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇനി അതിലോട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിപ്പം പറയുന്നില്ല. പിന്നീട് ഓരോ അവസരങ്ങളിൽ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറയാം. അപ്പോൾ അമേരിക്കയിൽ എനിക്ക് ചെന്ന് കഴിഞ്ഞ് ചിക്കാഗോ സിറ്റിയിൽ ഓഹെയർ എയർപോർട്ടിലാണ്. ചിക്കാഗോയിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളൊന്നാണ് ഓഹെയർ. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഓഹെയർ. അതിനുശേഷം ഇറങ്ങി എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു സിറ്റി ടൂർ അന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സിറ്റി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ആരും ഇറങ്ങുന്നൊന്നുമില്ല. ഷിക്കാഗോ ലേക്ക്, ട്രംപ് ടവർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ, മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരു സിറ്റി ടൂറായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം സിറ്റിയുടെ നടുക്ക് സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ടൂർ ഗൈഡ് നമ്മുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ സിസ്റ്റം അനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ടൂർ ഗൈഡിന് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ആ ഒരു നിയമപ്രകാരം ഞങ്ങൾ സിറ്റിയിൽ ടൂർ ഗൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അവർ അരമണിക്കൂറിന് ശേഷം വന്നു. അങ്ങനെ ഒരു മാഡമായിരുന്നു. അപ്പോൾ അവർ ചിക്കാഗോയെക്കുറിച്ചൊക്കെ കുറച്ച് വിവരണങ്ങളൊക്കെ തരുന്ന കൂടെ ഞങ്ങൾ സിറ്റി ടൂറായിട്ട് കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നു. കാഴ്ചകൾക്ക് വേണ്ടി ബസ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിറ്റി ടൂറിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ ഭക്ഷണത്തിനുള്ള റെസ്റ്റോറൻറ്റ് സമയമായപ്പം അവർ ഞങ്ങളോട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആർക്കിടെക്ചർ സിറ്റി ഓഫ് USA എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് എന്നോട്. പൊതുവായിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ അത് ചിക്കാഗോ എന്ന് പറഞ്ഞ് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു സമ്മാനം അവർ തന്ന $. അങ്ങനെ അമേരിക്ക കാലുകുത്തിയ ആദ്യ ദിവസം തന്നെ എനിക്ക് $. കിട്ടി. അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത്
$364 ഉണ്ട്. പക്ഷേ ഈ ഡോളറിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കട്ട് ചെയ്ത് ഷ്രെഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പായ്ക്കാണ് ഈ ഡോളർ. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പഴകിയ നോട്ടുകൾ അവിടുത്തെ ഒരു സീക്രട്ട് സർവീസ് ഏജൻസ് കളക്ട് ചെയ്യും. അവരത് ഷ്രെഡ് ചെയ്ത് പാക്കറ്റാക്കിയിട്ട് ഒരു നോവൽറ്റി പോലെ സെയിൽ നടത്തുകയാണ്. അതിൻ്റെ ചെറിയ ചാർജ് അവർ ഈടാക്കുന്നതാണ് ഇതിൻ്റെ കോസ്റ്റ്. അപ്പം ഇത് $364 ഉണ്ട്. എല്ലാ വിവരങ്ങളും ഇത്ര എഴുതിയിട്ടുണ്ട്. ഈ ഓഫീസ് നമുക്ക് സന്ദർശിക്കാനുള്ള സമയം അവിടെ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചിക്കാഗോ സിറ്റി തന്നെയാണ് ഇതിൻ്റെ ഓഫീസ്. നമുക്ക് കാണണമെങ്കിൽ അവിടെ പോയി കാണാം. ഈ പടം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇത് ആരുടെയാന്നുള്ളത്. ഇത് ഫ്രാങ്ക്ലിൻ ബെഞ്ചമിൻ്റെ ചിത്രമാണ്. അദ്ദേഹം അമേരിക്കയിലെ ഫസ്റ്റ് സ്പൈ മാസ്റ്റർ ആയിരുന്നു. അമേരിക്കയിലെ മിക്ക കറൻസികളിലും ഈ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലാണ് അവിടുത്തെ എക്കണോമി റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷ്രെഡ് ചെയ്ത നോട്ടുകൾ ഒരു കളയാതെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അമേരിക്കയിൽ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ $365 കൈ കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ അന്ന് എല്ലാവരും വളരെ ഹാപ്പിയായി. എനിക്കാണ് ഡോളർ കിട്ടിയത്, എന്നാലും എല്ലാവരും കൈയടിച്ചു. ഉത്തരം പറഞ്ഞത് വളരെ അത്ഭുതം എനിക്കും തോന്നി. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം അമേരിക്കയിലുണ്ടായി. ഈ ചിത്രം, ഇതിൻ്റെ വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്കും ഒരു നോവൽറ്റി, ഒരു പുതുമ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. താങ്ക് യു.